രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ നിർണായക പങ്ക് വഹിക്കുകയും 3.5 ദശലക്ഷത്തിലധികം ആളുകൾക്ക് ഉപജീവന മാർഗം നൽകുകയും ചെയ്യുന്ന ഏറ്റവും വലിയ കുടിൽ വ്യവസായമാണ് കൈത്തറി മേഖല. ഇന്ത്യൻ സംസ്കാരത്തിന്റെയും സമ്പദ് വ്യവസ്ഥയുടെയും സമ്പന്നമായ പൈതൃകത്തിന് കൈത്തറി നെയ്ത്തുകാർ നൽകുന്ന സംഭാവനകളെ ആദരിച്ചുകൊണ്ട് ഈ വർഷത്തെ ദേശീയ കൈത്തറി ദിനം സമുചിതമായി ആഘോഷിച്ചു. ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ച് ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി ജനങ്ങളുടെ സർഗാത്മകത പ്രദർശിപ്പിക്കുന്ന രാജ്യത്തിന്റെ സമ്പന്നമായ നെയ്ത്ത് പാരമ്പര്യങ്ങൾ ആഘോഷിക്കുന്നതിനുള്ള ഒരു ദിവസമാണ് ഇന്നെന്ന് അഭിപ്രായപ്പെട്ടു. ന്യൂഡൽഹിയിൽ നടന്ന ദിനാഘോഷ പരിപാടി കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. विदेशी कपड़े के बहिष्कार तक सीमित नहीं था, बल्कि ये हमारी आर्थिक आजादी का भी बहुत बड़ा प्रेरक था. ये भारत के लोगों को अपने बुनकरों से जोड़ने का भी अभियान था. ये एक बड़ी वजह थी कि हमारी सरकार ने आज के दिन को नेशनल हैंडलूम डे के रूप में मनाने का फैसला लिया था. बीते वर्षों में भारत के बुनकरों के लिए, भारत के हैंडलूम सेक्टर के विस्तार के लिए अभूतपूर्व काम किया गया है. ഇന്ത്യൻ കൈത്തറി വ്യവസായത്തിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാനും നെയ്ത്തുകാരുടെ സാമൂഹിക സാമ്പത്തിക വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുമാണ് ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി ആചരിക്കുന്നത്. 1905-ൽ കൊൽക്കത്തയിൽ വെച്ച് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ സ്മരണാർത്ഥം 2015 മുതലാണ് ദേശീയ കൈത്തറി ദിനം ആചരിച്ചു വരുന്നത്. ഇന്ത്യൻ തുണിത്തരങ്ങളുടെ ഊർജ്ജസ്വലമായ പൈതൃകത്തെ ആഘോഷിക്കുക മാത്രമല്ല, തലമുറകളായി ഈ പരമ്പരാഗത കരകൗശല വസ്തുക്കൾ നിലനിർത്തിയ നെയ്ത്തുകാരെയും കരകൗശല വിദഗ്ധരെയും പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെയും പിന്തുണയ്ക്കേണ്ടതിന്റെയും ആവശ്യകത ഓർമ്മപ്പെടുത്തുന്നത് കൂടിയാണ് ഈ ദിനം. ഇന്ത്യയുടെ കൈത്തറി വൈവിധ്യത്തിലും ഉപജീവനമാർഗവും സമൃദ്ധിയും വർദ്ധിപ്പിക്കുന്നതിൽ കൈത്തറി വഹിക്കുന്ന പങ്കിലും അഭിമാനിക്കുന്നതായി ദേശീയ കൈത്തറി ദിന സന്ദേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന 11ാമത് ദേശീയ കൈത്തറി ദിനാഘോഷ ചടങ്ങ് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ സാമ്പത്തിക രംഗത്ത് ടെക്സ്റ്റൈൽ മേഖലയുടെ വർദ്ധിച്ചുവരുന്ന പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ച കേന്ദ്രമന്ത്രി രാജ്യത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ തൊഴിൽദാതാവായി ടെക്സ്റ്റൈൽ മേഖല മാറിയിരിക്കുന്നുവെന്നും വ്യക്തമാക്കി. आज कपड़े में भी चाहता है यूरोप जैसा देश कि सस्टेनेबल कपड़ा हो, टिकाऊ हो, तो हमारे पास टिकाऊ है. हैंडलूम आज जो आप देखेंगे, रंगाई, बुनाई, पैकेजिंग, इसमें हमें 1.2 और 3 किलोग्राम कार्बन हम लेते हैं, लेकिन पावर लूम वहीं 5.8 केजी कार्बन छोड़ता है. हम 1.2 और 3 छोड़ते हैं. लेकिन इसको भी हम, जो लोग प्रोसेसिंग करते हैं, वहां हम कुछ सोच रहे हैं. इसका 70% भाग है रंगाई में. കൈത്തറി വ്യവസായത്തിൽ സജീവ പങ്കാളികളാകാൻ യുവതലമുറയോട് ആഹ്വാനം ചെയ്ത അദ്ദേഹം രാജ്യത്തുടനീളമുള്ള യുവാക്കളെ ആകർഷിക്കുന്ന സമകാലിക കൈത്തറി ഉൽപ്പന്നങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിന് ഡിസൈനർമാരോടും നെയ്ത്തുകാരോടും സഹകരിക്കണമെന്നും പറഞ്ഞു. ये काम हम करते हैं. इन्हीं शब्दों के साथ मैं अपनी वाणी को विराम देता हूं. मेरी इच्छा है कि बुनकर भाई का दूसरा पीढ़ी, सारे बुनकरों का, एवार्डी का तो रहे ही क्योंकि वो पारंपरिक गुण है, लेकिन पूरे देश के जो हमारे बुनकर भाई हैं, बहन हैं, उनके साथ आज डिजाइनर भी जुटे हैं, एंटरप्रेन्योर भी जुटे हैं, और हम सरकार भी जुटे, और सब मिलकर के उसके इनकम को बढ़ाएं और पूरी दुनिया में हैंडलूम को इतना पॉपुलर करें कि केवल हैंडलूम की ही चर्चा हो. ദേശീയ കൈത്തറി ദിനം സ്വദേശി പ്രസ്ഥാനത്തോടുള്ള ആദരസൂചകമായി നിലകൊള്ളുന്നുവെന്നും കൈത്തറി തുണിത്തരങ്ങൾ പ്രതിരോധത്തിന്റെയും അഭിമാനത്തിന്റെയും സ്വത്വത്തിന്റെയും പ്രതീകമായി മാറിയെന്നും കേന്ദ്ര സഹമന്ത്രി പവിത്ര മാർഗരീറ്റ പറഞ്ഞു. GI tagged products and
branding support through the Handloom Mark and India Handloom brand, we are ensuring authenticity, quality, and eco-conscious craftsmanship. As our Honorable Prime Minister Adarniya Narendra Modi ji has said, let us make handloom a key part of our daily lives and give our traditional handloom products the stature they merit. Today, let us pledge to preserve this heritage, empower our weavers, and make Indian handloom a global symbol of sustainability, pride, and innovation on our journey towards Viksit Bharat. രാജ്യത്തുടനീളമുള്ള 100-ലധികം നെയ്ത്തുകാരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശനത്തിൽ ഉൾപ്പെടുന്നു. ലോകമെമ്പാടുമുള്ള വിദേശ പ്രതിനിധികളും പരിപാടിയുടെ ഭാഗമായി. ഇന്ത്യയുടെ കൈത്തറിയെക്കുറിച്ചും ടെക്സ്റ്റൈൽ മേഖലയിൽ ഇന്ത്യയുമായുള്ള വ്യാപാരം വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതായും വിദേശ പ്രതിനിധികൾ പറഞ്ഞു. This is amazing. So many exporters, so many beautiful things, so many beautiful colors and designs. So I'm very pleased to be here, and thank you for organizers, and thank you for India to such a good hospitality and welcome. I work for Embassy of India in Moscow, and I brought Russian delegation here, and we are going to extend trade relations between Russia and India. സുസ്ഥിരമായ ഒരു ടെക്സ്റ്റൈൽ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ ഗ്രാമീണ കൈത്തറി, കരകൗശല ക്ലസ്റ്ററുകളെ നിരവധി പദ്ധതികളിലൂടെയും സംരംഭങ്ങളിലൂടെയും കേന്ദ്ര സർക്കാർ പിന്തുണയ്ക്കുന്നു. അസംസ്കൃത വസ്തുക്കൾ വാങ്ങാൻ സാമ്പത്തിക സഹായം, തറികൾ, അനുബന്ധ ഉപകരണങ്ങൾ എന്നിവയുടെ സംഭരണം, സ്ത്രീ ശാക്തീകരണത്തിനുള്ള പ്രോത്സാഹനങ്ങൾ, നൈപുണ്യ വികസന പരിപാടികൾ, പരമ്പരാഗത കൈത്തറി സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള വിപണന ശ്രമങ്ങൾ എന്നിവ ഇതിലുൾപ്പെടുന്നു. പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും ജൈവ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത മെച്ചപ്പെടുത്താനും മത്സരശേഷി വർദ്ധിപ്പിക്കാനും ഈ പദ്ധതികൾ ഊന്നൽ നൽകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വോക്കൽ ഫോർ ലോക്കൽ, ആത്മനിർഭർ ഭാരത് തുടങ്ങിയ സംരംഭങ്ങൾ കൈത്തറി നെയ്ത്തുകാർക്ക് അവസരങ്ങൾ വർദ്ധിപ്പിച്ചു. സ്കിൽ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ തുടങ്ങിയ മറ്റു പരിപാടികൾ കരകൗശല വിദഗ്ധരുടെ കഴിവുകൾ നവീകരിക്കാനും അവരുടെ ജോലിസ്ഥലങ്ങളിൽ നിന്ന് നേരിട്ട് വിശാലമായ വിപണികളിലേക്ക് പ്രവേശിക്കാനും പ്രാപ്തരാക്കുന്നു. സ്ത്രീ ശാക്തീകരണത്തിലും കൈത്തറി മേഖല ഗണ്യമായ സംഭാവന നൽകുന്നു. കൈത്തറി മേഖലയിലെ 70%-ലധികം നെയ്ത്തുകാരും അനുബന്ധ തൊഴിലാളികളും സ്ത്രീകളാണ്. പരമ്പരാഗത സാരികൾ മുതൽ വിവിധ നവീന അലങ്കാര വസ്തുക്കൾ വരെ ഇന്ത്യയുടെ കലാപരമായ പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്ന വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ കൈത്തറി വ്യവസായം വാഗ്ദാനം ചെയ്യുന്നു. യുവസംരംഭകർ അവരുടെ നൂതന സ്റ്റാർട്ടപ്പുകളിലൂടെ രാജ്യത്തെ പ്രാദേശിക കരകൗശല വിദഗ്ധരെ കൂടുതലായി പിന്തുണയ്ക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പരമ്പരാഗത നെയ്ത്തുകാരന്റെ പങ്ക് പ്രതീകാത്മകം മാത്രമല്ല, അത് ഹരിത സാങ്കേതിക വിദ്യയുടെയും സാംസ്കാരിക സംരക്ഷണത്തിന്റെയും ശക്തമായ ഉദാഹരണമായി നിലകൊള്ളുകയും ചെയ്യുന്നു. കൈത്തറി തിരഞ്ഞെടുക്കുന്നതിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തിനും പരമ്പരാഗത കരകൗശല വസ്തുക്കളുടെ സംരക്ഷണത്തിനുമാണ് നമ്മൾ കൈകോർക്കുന്നത്.